ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം കില്ലിങ് മീ സോഫ്റ്റ്ലി. കാമുകനോടൊപ്പമുള്ള ലൈഫിൽ പഴയ പോലെ ഒരു ഗും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞു പുതിയ ആളെ കണ്ടെത്തി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി തുടങ്ങി കയ്യിലിരുന്നതായിരുന്നു ഭേദമെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. ചെൻ കേജ് സംവിധാനം ചെയ്ത് എദർ ഗ്രഹം നായികയായി 2022 റിലീസായ എറോട്ടിക് മൈസ്റ്ററി ത്രില്ലർ മൂവി കില്ലിങ് മീ സോഫ്റ്റ്ലി. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വെബ് ഡിസൈനർ യുവതി കാമുകനോടൊപ്പമാണ് താമസം. ഒരു ദിവസം ഓഫീസിലേക്കുള്ള വഴി പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ വെച്ച് കണ്ടുമുട്ടുന്ന സുന്ദരനായ അയാളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്നു. ദിവസങ്ങൾ കൊണ്ട് അവനുമായുള്ള ബന്ധം ദൃഢമാവുന്നു. അങ്ങനെ നിഷ്കളങ്കയായ യുവതി പഴയ കാമുകനെ ഉപേക്ഷിച്ച് പുതിയ കാമുകൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പുതിയ കാമുകനാണെങ്കിൽ ഒരിച്ചിരി ആക്രാന്തമുള്ള കൂട്ടത്തിലായതുകൊണ്ട് പെട്ടെന്നു തന്നെ ഇരുവരും തമ്മിലുള്ള കല്യാണം നടക്കുന്നു. ഒരു സെലിബ്രിറ്റി മൗണ്ടീനിയർ ആയ കാമുകനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത യുവതിക്ക് കല്യാണശേഷം നിരവധി ഊമക്കത്തുകളും ഫോൺ കോളുകളും ലഭിക്കുന്നു. അതും സ്വന്തം ഭർത്താവിനെ സൂക്ഷിക്കണം, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഉള്ളടക്കത്തോടെ. അതുവരെ ഒരു ഭയവും ഇല്ലാതിരുന്ന യുവതിയെ പതിയെ പേടിയും കൺഫ്യൂഷനും പിടികൂടുന്നു. അവൾ ഭർത്താവിൻ്റെ ഭൂതകാലം അന്വേഷിച്ചിറങ്ങുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് സിനിമയിൽ അവസാന അരമണിക്കൂർ മാത്രമേ മുകളിൽ സൂചിപ്പിച്ച മിസ്റ്ററി പാർട്ടുള്ളൂ. ആദ്യത്തെ 1 മണിക്കൂർ ഇരുവരും തമ്മിലുള്ള അട്രാക്ഷൻ, സെക്ഷൽ എൻകൗണ്ടർ ഒക്കെയായി പോകുന്നു. വലിയ മിസ്റ്ററി സസ്പെൻസ് ട്വിസ്റ്റ് ഒന്നുമില്ല. നായികയുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് കണ്ടിരിക്കാം. പിന്നെ അത്യാവശ്യം സെക്സ് ന്യൂഡിറ്റി സീൻസ് ഉള്ളതുകൊണ്ട് 80+ ആയി പരിഗണിക്കുക. എദർ ഗ്രഹമാണ് നായിക റോളിൽ. ജോസഫ് ഫെന്നീസ് മെയിൻ ലീഡ് റോളിലും. നടാഷ മക്ലൈൻ, ഉൾട്രി തോംസൺ, ഇയാൻ ഹാർട്ട്, ജെയ്സൺ ഹുഗീസ്, കിൽഖ മർഖാൻ, എമി റോബിൻസ്, യാസ്മിൻ ബാനർമാൻ എന്നിവരും മറ്റു വേഷങ്ങളിൽ. കില്ലിങ് മീ സോഫ്റ്റ്ലി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.